ഹായ്, ഇവിടെ നല്ല മഴയായിരുന്നേ. മഴയെല്ലാം കഴിഞ്ഞ് ഇച്ചായൻ കാറ് കഴുകാൻ ഇറങ്ങിയേ. കൂടെ ഡേവിഡ് കുട്ടനും ഇറങ്ങിയേ. ഡേവിഡ് കുട്ടനോട് ആരും പറഞ്ഞില്ല, കൂടെ ചെല്ലാനൊന്നും പറഞ്ഞില്ല. പക്ഷെ തന്നെ ഇറങ്ങി കാറൊക്കെ കഴുകാൻ കൂടി, വെള്ളം എടുത്തു, തുണിയെല്ലാം എടുത്ത് ഉരയ്ക്കാനൊക്കെ നോക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആദുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഡേവിഡ് കുട്ടനും ഒരു ഗിഫ്റ്റ് കിട്ടിയായിരുന്നേ. അടുത്ത വീട്ടിലെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട്, ഒരു ടീച്ചറാണ്. ടീച്ചർ ഡേവിഡ് കുട്ടൻ്റെ മനസ്സറിഞ്ഞ് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട JCB തന്നെ കൊടുത്തേ. അപ്പം വണ്ടി കഴുകുന്നതിൻ്റെ കൂടെ ഡേവിഡ് കുട്ടൻ്റെ കുഞ്ഞു കുഞ്ഞു വണ്ടികളും കഴുകി വൃത്തിയാക്കുന്നുണ്ട്. JCB ലോറിയും എടുത്ത് മണ്ണിൽ കളിയാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. ഞങ്ങളപ്പം വൈകുന്നേരം വെയിലൊക്കെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ പുറത്തേക്ക് ഇറക്കി വിടും. അത് കഴിഞ്ഞ് കുളിപ്പിച്ച് കയറ്റുവാണ് ചെയ്യുന്നത്. അതാണ് മേത്തൊക്കെ ഇത്ര ചെളിയായിട്ടിരിക്കുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, മക്കളോട് എന്ത് ചെയ്യണം എന്ന് പറയുന്നതിനേക്കാൾ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നത് കണ്ടാണ് അവർ പഠിക്കുന്നത്. അതായത് മക്കളുടെ ആദ്യത്തെ പാഠപുസ്തകം എന്ന് പറയുന്നത് നമ്മളാണ്, അതായത് പേരൻസ്. നമ്മൾ മറ്റുള്ളവരോട് ബഹുമാനത്തോടെ അവരെ പരിഗണിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുമ്പം കുട്ടികളും അത് കണ്ടുപഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ വേറുള്ളവരോട് സംസാരിക്കുമ്പം ഈ ശൈലി തുടരും. നമ്മൾ നമ്മുടെ മക്കളോട് പറയാറുണ്ട്, ഇങ്ങനെ ചെയ്യുക. അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല. നമ്മൾ പറയുന്ന കാര്യം ഒരിക്കലും അവർ ചെയ്യില്ല. നമ്മളെന്ന പുസ്തകത്തെ കണ്ടുപഠിച്ച് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന അനുഭവത്തിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. പിന്നെ അരുത്, ചെയ്യരുത്, കഴിയില്ല എന്നീ വാക്കുകൾ ഒരിക്കലും കുട്ടികളോട് പറയരുത്. അവരെ അവരുടെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടേക്കുക. നമ്മുടെ ഒരു ശ്രദ്ധയുണ്ടായാൽ മതി. ചേട്ടനും അനിയനും കൂടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുവാണ്. താങ്ക് യു സോ മച്ച്.